Hey everyone, welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോ is all about how did I start reading books. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം, നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്നാലും നിങ്ങൾക്ക് വരൂ, എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സോ ദ ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പിക് ഇസ് ഓൾ അബൌട്ട് ഹൗ ഡിഡ് ഐ സ്റ്റാർട്ട് റീഡിങ് ബുക്സ്. അപ്പം ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ അല്ല, ഞാൻ 2-3 വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ ബുക്ക് വായിക്കാൻ ശരിക്കും തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ MBBS ചേരുന്ന ആ ഒരു സമയം, ഫസ്റ്റ് ഇയർ സമയത്താണ് ഞാൻ ബുക്ക് വായിക്കാൻ തുടങ്ങുന്നത്. അതിന് മുന്നേ വരെ ഞാൻ ബുക്ക് വായിക്കാറേ ഇല്ലായിരുന്നു, എനിക്ക് ബുക്ക് വായിക്കാൻ അറിയില്ലായിരുന്നു, അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. അപ്പം ഈ ബുക്ക് വായിക്കാൻ എങ്ങനെയാണ് തുടങ്ങുക, ബുക്ക് വായിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെ ബുക്ക് വായിച്ച് തുടങ്ങും എന്നുള്ളതിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഞാൻ ഭയങ്കര ബുക്ക് വായിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നെക്കാളും ബുക്ക് വായിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ ഈ ലോകത്തുണ്ടാവും. പക്ഷേ എനിക്ക് ഈ ബുക്ക് വായിക്കാൻ തുടങ്ങി എന്നുള്ളത് എനിക്കൊരു വലിയ മൈൽ സ്റ്റോൺ ആണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ ജീവിതം തന്നെ മാറ്റി മറിച്ചൊരു കാര്യമാണ് ബുക്ക് വായിക്കാൻ പറ്റിയെന്നുള്ള കാര്യം. അപ്പം എങ്ങനെ തുടങ്ങുന്നത് ഞാൻ പറഞ്ഞുതരാം. ബുക്ക് ഞാൻ പറയാം, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ബുക്ക് വായിക്കാറില്ലായിരുന്നു. നമുക്ക് ലൈബ്രറിയുടെ പീരീഡൊക്കെ ഉണ്ട്. ആ സമയത്ത് ഞാൻ ബാലരമയായിരുന്നു വായിച്ചുകൊണ്ടിരുന്നത്, കാരണം എനിക്ക് ബുക്ക് വായിക്കാൻ അറിയത്തില്ലായിരുന്നു. ബാലരമ എല്ലാ മലയാളികളും വായിക്കുന്ന ബുക്കാണ്. സോ അതുപോലെ തന്നെ ലൈബ്രറിയിൽ ബാക്കി കിടക്കുന്ന കുറേ ബാലരമകളുണ്ടാവും, അത് ഞാനായിരുന്നു വായിക്കാറ്. എൻ്റെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പം ഞാൻ അതിലൂടെ എങ്ങോട്ട് എന്താവും, ബാലരമ വായിച്ചാൽ മതി എന്നുള്ളൊരു രീതിയിലാവും. ഈവൻ ഞങ്ങളുടെ കോളേജിലൊക്കെ കുറേ പിള്ളേർ ബുക്കൊക്കെ എടുക്കും, ലൈബ്രറിയിൽ നിന്ന് ബുക്ക് ബോറോ ചെയ്ത് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ നോക്കിയെന്ന് വിചാരിക്കുന്നു, ആരാണ് ഈ ബുക്കൊക്കെ വായിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നു. എനിക്ക് ആ ഒരു ശീലമേ ഇല്ലായിരുന്നു. ഞാൻ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് സ്കൂൾ ബസ്സിലൊക്കെ ഇരുന്ന് കുട്ടികൾ ബുക്ക് വായിക്കുന്ന കാണുമായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇവർക്ക് കോൺസെൻട്രേഷനിൽ ബുക്ക് വായിക്കാൻ പറ്റുന്നതെന്നാണ്. കാരണം നമുക്ക് ഈ ബുക്ക് വായിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ, അപ്പോൾ എനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ മാത്രം കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഞാൻ ആ ബുക്കിൻ്റെ ആ സെൻറ്റൻസ് ഇങ്ങനെ ഒരു 10 പ്രാവശ്യം വായിക്കും, എന്നാലും ഞാൻ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതായിരിക്കും ബുക്ക് വായിച്ച് മുന്നോട്ട് താഴത്തേക്ക് പോകാത്ത. ഇപ്പോൾ ഒരാളതിലൂടെ നടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. ആ നടന്നു വന്ന ആൾ അവിടെ പോയിട്ട് എന്താണ് ചെയ്യുന്നത്, ഇതാണ് എൻ്റെ മെയിൻ കാര്യം. അപ്പം ഞാൻ ബുക്ക് വായിക്കൂല, ബുക്ക് ആ ഒരു സെൻറ്റൻസ് വായിച്ചിട്ട് ചിലപ്പോൾ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞു, ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ബുക്ക് വായിക്കുന്നത് എന്തോ വലിയൊരു കാര്യമായിട്ടൊക്കെ പണ്ട് തോന്നിയിട്ടുണ്ടായി, പക്ഷേ എനിക്കൊരിക്കലും പറ്റിയിട്ടില്ല അത് ചെയ്യാനും. അപ്പം ഞാനിങ്ങനെ ഓരോരുത്തർ ബുക്ക് വായിക്കുന്നങ്ങനെ നോക്കി വാവ് അങ്ങനെ വിചാരിച്ചിരുന്ന കാലഘട്ടം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ ദീദി നന്നായി ബുക്ക് വായിക്കുമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ അവളും സ്കൂൾ ടൈമിലൊന്നും വായിക്കാറില്ലായിരുന്നു, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വായിക്കാൻ തുടങ്ങി. സോ അവളിവിടെ വാങ്ങിയിരിക്കുന്ന ബുക്സൊക്കെ ഞാൻ എന്താക്കും, എടുത്തിട്ട് ഒന്ന് വായിച്ച് നോക്കാൻ തുടങ്ങും. പക്ഷേ എനിക്ക് ഒരു ഓർമ്മയുണ്ട് ഇപ്പോഴും, അഗത ക്രിസ്റ്റിയുടെ ഒരു ബുക്കുണ്ട്, ദ ഡെത്ത് ഓൺ ദി നൈൽ. ഡെത്ത് ഓൺ ദി നൈലോ ഒരു ബുക്ക്, ആ ബുക്ക് ഞാൻ എടുത്ത് വായിച്ചിട്ട് ഞാൻ ഇപ്പോൾ വായിച്ചു അത്. പക്ഷെ അന്ന് ഞാൻ ആദ്യം അപ്പോൾ ആ ബുക്ക് ഞാൻ എടുത്തിട്ടേ എനിക്കൊരു കുന്തും മനസ്സിലാവുന്നില്ല. ഞാൻ സ്റ്റാർട്ടറാണ്, ഒരു കുന്തും എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ലൈക്ക് ഷീ ഈസ് നോട്ട് എൻ ഇന്ത്യൻ ഓതർ, പുറത്തുള്ള ഓതറാണ്. അപ്പം അവരുടെ ലാംഗ്വേജ് നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കി വരാൻ കുറച്ച് ടൈം എടുക്കും. ഞാനിത് വായിച്ച് ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ കൊണ്ടുവച്ച്. കുറച്ചായിട്ടുള്ള ബുക്കാണ്, ഭയങ്കര ചെറിയ ബുക്കല്ല. അപ്പം നമുക്ക് ആ ഇൻട്രസ്റ്റും പോകും വായിക്കാനും. ഭയങ്കര ചെറിയ എഴുത്തൊന്നുമല്ല, പക്ഷെ അങ്ങനെ ഞാൻ ബുക്ക് വായിക്കാൻ എനിക്ക് തുടങ്ങിയ എപ്പോഴാണെന്ന് വെച്ചാൽ, എനിക്കത് കോഴിക്കോട് എന്തോ ഫെസ്റ്റങ്ങുള്ള സമയത്ത് ഈ 100 രൂപക്കൊക്കെ ബുക്സ് കിട്ടില്ല. അപ്പം ഞാൻ 100 രൂപയുടെ ബുക്സ് വാങ്ങിച്ചു നോക്കി. അതിൻ്റെ കൂടെ ഞാൻ യൂസ് ബുക്സ് ഫാക്ടറിയുടെ ഒരു അതിലെ ബുക്സ് ഞാൻ ഇപ്പോഴും വായിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ 100 രൂപക്ക് ഓരോ ബുക്സ് ഇടും. അപ്പം 100 രൂപയുടെ ബുക്സൊക്കെ ഞാൻ വാങ്ങിച്ചു വെക്കാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ചെറിയ ബുക്സ് ഉണ്ടാവില്ലേ, നമ്മുടെ ഇന്ത്യൻ ഞാൻ തന്നെ അല്ലേ അപ്പോൾ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്സൊക്കെ ചേതൻ ഭഗത്, അതാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. ചേതൻ ഭഗത്തിൻ്റെ ബുക്സൊക്കെ വായിച്ചു തുടങ്ങി ഞാൻ. എനിക്ക് ഇഷ്ടമാണ് ചേതൻ ഭഗത്തിൻ്റെ ബുക്സ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ഞാൻ അത് വായിച്ചു തുടങ്ങി. കാരണം എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ആ ബുക്സ് ആയിരുന്നു. ആ ബുക്ക് ഞാൻ ചേതൻ ഭഗത്തിൻ്റെ ബുക്സ് വായിച്ചു തുടങ്ങിയാണ് സത്യമാണ് എനിക്ക് ആ ഫ്ലോ കിട്ടിയത്. ബിക്കോസ് ഇന്ത്യൻ ഓതേഴ്സ് ആയതിനെ കൊണ്ടായിരിക്കും നമുക്ക് ആ ഫ്ലോ കിട്ടും. ഞാൻ ചെറിയ ബുക്സ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ബുക്സൊക്കെ വായിക്കാൻ തുടങ്ങി. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഈ ബുക്കൊക്കെ ഞാൻ വായിച്ചൊരു 4ാമത്തെ 5ാമത്തെ ബുക്കൊക്കെ ആയിരിക്കും കേട്ടോ. വെച്ചാൽ അല്ലാണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് അതിന് മുന്നേ. ഇതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. പിന്നെ എൻ്റെ ഹോസ്റ്റലാണ് ചില ബുക്സ്. അപ്പം ഈ ബുക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ബുക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബുക്കൊന്നുമില്ല. പക്ഷേ ഇത് വായിക്കാൻ നല്ലൊരു സുഖമാണ്. എന്ന് വെച്ചാൽ നോർമൽ സ്റ്റോറിയാണ്, പക്ഷേ എനിക്കിത് നോർമൽ ഇൻ ദ സെൻസ് എനിക്കിത് വലിയ ഇഷ്ടപ്പെട്ടില്ല ഈ സ്റ്റോറി. പക്ഷേ ഇതൊരു എന്താ പറയുക, നമുക്ക് സ്റ്റാർട്ടിങ്ങിന് ഭയങ്കര നല്ലൊരു ബുക്കാണ്. അപ്പം ഇതല്ലാതെ ഞാൻ ചേതൻ മുന്നേ വായിച്ചത് ഗേൾ ഇൻ റൂം നമ്പർ 105, അത് സൂപ്പർ ബുക്ക് ആയിരുന്നു. അതിൻ്റെ സീക്വലായിട്ട് വേറെ 2 ബുക്സും ഉണ്ട്, അത് രണ്ടും ഞാൻ വായിക്കുകയും ചെയ്തു. അപ്പം അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഞാൻ അതൊക്കെ ഇതിൻ്റെ ആ ഗേൾ ഇൻ റൂം നമ്പർ 105 എന്നുള്ള ബുക്കിൻ്റെ സീക്വൽ ഞാൻ പിന്നീട് കേട്ടോ വായിച്ചു. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ വായിച്ചൊരു ബുക്കായിരുന്നു. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ളൊരു ബുക്കാണ് കേട്ടോ ചേതൻ ഭഗത്തിൻ്റെ. അത് സത്യം പറഞ്ഞാൽ അത് വായിച്ച്
അതായത് ഒരു സ്റ്റാർട്ടിങ്ങിലൊരു ചേതൻ ഭഗത്തിന്റെ ബുക്ക്. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും വലിയ വലിയ ബുക്സ് പോയി വായിക്കില്ലേ, അത് വലിയ വലിയ ഓതേഴ്സിൻ്റെ ബുക്സ് പോയി വായിക്കില്ലേ. നിങ്ങൾ ചെറിയ ചെറിയ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്സ്, ചേതൻ ഭഗത് ചെറുതാന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇന്ത്യൻ ഓതേഴ്സിനെ നമ്മളെ ഇവിടെയുള്ള ഓതേഴ്സിൻ്റെ ബുക്സ് വായിച്ചു. ഞാൻ ഇംഗ്ലീഷ് ബുക്സിൻ്റെ കാര്യം കേട്ടോ മെയിൻലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം ഞാൻ മലയാളം ബുക്സ് വായിച്ചിട്ടില്ല, ഞാൻ വായിക്കാറില്ല. അല്ല, എനിക്കതിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ കൂടുതൽ കംഫർട്ടബിൾ ഇംഗ്ലീഷ് ബുക്സ് വായിക്കുന്നതിനോടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ, നിങ്ങൾ ചെറിയ ഇന്ത്യൻ ഓതേഴ്സിൻ്റെ ബുക്സ് വായിച്ചു തുടങ്ങി, ചെറിയ ബുക്സ് വായിക്കുന്നത് പറയും. വേറൊരു ബുക്കുണ്ട്, ഈ ബുക്കാണ് ഞാൻ ആദ്യം വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ആദ്യത്തോ രണ്ടാമത്തോ ബുക്ക് ഇതായിരിക്കും. ഞാൻ അത് ഫുള്ളി വായിച്ചു തീർത്ത ഒരു ബുക്ക് ഇതായിരിക്കും ആദ്യത്തെ. ഇതെൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് ബുക്ക് വായിക്കാൻ പറ്റാണ്ട്, അവന് തീരെ പറ്റാണ്ട്, ഞാൻ ബുക്ക് വായിക്കുന്നുണ്ട്, അവനിങ്ങനെ ഇഷ്ടപ്പെടും. അയ്യോ നീ ഇങ്ങനെ ബുക്ക് വായിക്കണം, ഇങ്ങനെ പറ്റണത് എന്നൊക്കെ ചോദിക്കും. ഞാൻ പറഞ്ഞു നീ 2 ബുക്ക് കൊടുക്കുക, നീ ഇത് വായിച്ചു വാ എന്ന് പറഞ്ഞു. ഇപ്പം അവൻ ഈ ബുക്ക് ഞാനിപ്പോൾ ഈ പറഞ്ഞ ബുക്ക് അവൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി, അവനത് വായിച്ച് തീരാനുമായി. അപ്പം അങ്ങനെയാണ് ഒട്ടും ബുക്ക് വായിക്കാൻ പറ്റാത്ത ആളുകൾക്ക് പോലും അത് വായിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനത്തെ ബുക്സ് ആണ് ഇതന്നെ വായിക്കണം എന്നല്ല പറയണത്. ഇങ്ങനത്തെ ബുക്സ് ഒരു നോർമൽ സ്റ്റോറിയാണ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ് ലാംഗ്വേജൊക്കെ. അപ്പോൾ അങ്ങനത്തെ ബുക്സൊക്കെ വായിച്ച് തുടങ്ങിയാൽ മതി. പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട് വായിക്കും, ആരും കമ്പൽ ചെയ്തിട്ടോ അങ്ങനെയൊന്നും വായിക്കാൻ തുടങ്ങിയത്. കാരണം ബുക്ക് വായിക്കാൻ പറഞ്ഞാൽ നമ്മളൊരു ഇഷ്ടം തരുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ബുക്ക് വായിക്കുന്നതും ഇപ്പം ഞാൻ ബുക്ക് വായിക്കുന്ന ഒരു സിറ്റുവേഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബുക്ക് ഞാൻ വായിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയിലേക്കാണ് ഞാൻ പോകുന്നത് എന്നുള്ളത്. ബിക്കോസ് ബുക്ക് വായിച്ചതിന് ശേഷം എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും അതൊക്കെ നമ്മളിങ്ങനെ നമ്മൾ സിനിമ കാണുന്നതൊന്നുമല്ല ബുക്ക് വായിക്കുന്നത്, നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങൂലേ ആ സാധനം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ശരിക്കും. കാരണം ശരിക്കും ഞാനിങ്ങനെ ആലോചിക്കാൻ തുടങ്ങും ബുക്ക് വായിക്കുമ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുന്ന സാധനം എല്ലായിരിക്കല്ലോ ഇതിന് വേറൊരാൾ ആലോചിക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു സംഭവമില്ലേ, ആ തിങ്കിങ് ഒക്കെ വരാൻ തുടങ്ങും. പിന്നെ എന്താ പറയുക, ബുക്ക് വായിക്കുന്നതിനെ പറ്റി ഈ ജേർണി അങ്ങോട്ട് ഇഷ്ടപ്പെടും നമ്മൾ. ബുക്ക് പിന്നെ എനിക്കൊരു സെൽഫ് ആയിട്ടുള്ളൊരു വേൾഡിലേക്ക് ഒതുങ്ങാൻ പറ്റും കൂടുതൽ. ഇപ്പം എന്താ പറയുക, നമ്മൾ ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു സെൽഫ് സെൻറ്റേർഡായി അല്ലെങ്കിൽ സെൽഫ് ടൈം കണ്ടെത്താൻ നോക്കും. കാരണം ബുക്ക് വായിക്കാൻ നമ്മൾ സിനിമ കാണുന്ന പോലെ 3 മണിക്കൂറോടൊന്നും തീരൂല. നമ്മളങ്ങനെ ഓരോ ദിവസവും ഞാൻ ഉറങ്ങുന്ന സമയത്താണ് മിക്കവാറും ബുക്ക് വായിക്കട്ടെ. പിന്നെ ക്ലാസ്സിൽ പോകുമ്പോൾ ഞാനിങ്ങനെ ബുക്സ് കോളേജിലേക്ക് എടുക്കും. എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒഴിവ് സാർ വരാത്ത സമയം, മാം വരാത്ത സമയം, വെറുതെ ഇങ്ങനെ ബസ്സിലൊക്കെ ഇരിക്കുന്ന സമയം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമയങ്ങളിൽ ഞാൻ ബുക്ക് അങ്ങ് വേഗം വായിക്കും. അപ്പം ഞാൻ ബുക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ എനിക്കത് തീർക്കണം. അപ്പം തീരുന്ന എനിക്ക് സിനിമ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാലും അത് തീർക്കേണ്ട വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ബുക്ക് വായിച്ചാൽ എനിക്ക് നിർബന്ധമായിട്ടും തീർക്കണം. അപ്പം ഞാനതിങ്ങനെ പകുതി എത്തിയാൽ പിന്നെ എനിക്ക് തീർക്കണം വേഗം. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു ത്വരയില്ല ക്ലാസ്സിലേക്ക്. അപ്പം എനിക്ക് ആ ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മളിപ്പോൾ സീരീസൊക്കെ കാണുമ്പോൾ നമ്മൾ ആ ഒരു സീരീസിൽ ജീവിക്കില്ല, അതുപോലെ തന്നെ ഞാൻ ആ ബുക്കിലാണ് ജീവിക്കുക ആ ഒരു കാലത്ത്. അപ്പം അതിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ ഭയങ്കര ഓഫായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഭയങ്കര നല്ലതാണ് ബുക്ക് വായിക്കുന്നത്. അപ്പം ഇതന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത്, ഞാനതാ പറയുന്നത്. പിന്നെ നമ്മുടെ ലാംഗ്വേജ്, അതിനെ കൂടെ വേറെ ബെനിഫിറ്റ്സ് കൂടി, ലാംഗ്വേജ് നന്നാവും, അങ്ങനത്തെ കുറേ നമ്മുടെ പേഴ്സ്പെക്റ്റീവ്സും നമ്മുടെ തിങ്കിങ് ഒക്കെ നന്നാക്കും ചില ബുക്സൊക്കെ. ഇപ്പം നമ്മൾ അങ്ങനെ സെൽഫ് ഡിസിപ്ലിനും സെൽഫായിട്ടുള്ള കുറേ കാര്യങ്ങളും പഠിപ്പിച്ച കുറേ ബുക്സ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും വരുന്ന സീരീസിൽ എൻ്റെ ബുക്സിൻ്റെ സീരീസ് തന്നെ ഞാൻ ഇറക്കുന്നതാണ്. അപ്പം ഇതതിൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോ മാത്രമാണ്. അപ്പം ഇങ്ങനെ ഏതൊക്കെ ബുക്സാണ് എൻ്റെ ഫേവറേറ്റ് ബുക്ക്, ഈ ബുക്ക് ഓരോ റിവ്യൂസൊക്കെ ഞാൻ ഇടുന്നതാണ് ബുക്കിനെ പറ്റി. സോ എന്നെ മാറ്റിമറിച്ച എൻ്റെ ലൈഫിനെ മാറ്റിമറിച്ച കുറേ ബുക്സ് ഉണ്ട്. റീഡിങ് മീൻസ് നമുക്ക് കുറേ ബെനിഫിറ്റ്സ് തരുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം പിന്നെ വേറെ കാര്യം, രാത്രി ഉറങ്ങാൻ നേരത്ത് ബുക്ക് വായിച്ച് കിടക്കുന്നത് ഇസ് എ ഗുഡ് തിങ് ആക്ച്വലി. എന്ന് വെച്ചാൽ ഞാൻ ഈ സ്ക്രീൻ ടൈം ഒഴിവാക്കാൻ വേണ്ടി, മൊബൈൽ നോക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ബുക്ക് വായിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ റൂമിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ബുക്ക് വായിക്കാം. പിന്നെ നിങ്ങൾക്ക് പോയി ലൈറ്റ് ഓഫ് ആക്കാനുള്ള ഉറങ്ങി തുടങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കാനുള്ള ഇതൊക്കെ ഉള്ള മനുഷ്യന്മാരാണെങ്കിൽ ബുക്ക് വായിക്കാൻ തുടങ്ങിക്കോളൂ. എനിക്കിങ്ങനെ ബുക്സ് ആയിട്ട് തന്നെ വായിക്കണം കേട്ടോ. എനിക്കിങ്ങനെ സോഫ്റ്റ് കോപ്പി ആയിട്ട് ബുക്ക് വായിക്കുന്നത് ഇഷ്ടമല്ല. എനിക്ക് ബുക്ക് തന്നെ ഇങ്ങനെ ബുക്കായിട്ട് തന്നെ കിട്ടണം വായിക്കാൻ. എനിക്കൊരിക്കലും മറ്റേത് ഇഷ്ടമില്ല. എനിക്കിങ്ങനെ ബുക്ക് വാങ്ങിയിട്ട് അതിനൊരു സ്മെല്ലൊക്കെ ഇല്ലേ, അതൊക്കെ സ്മെല്ല് ചെയ്തിട്ട് ശരിക്കും ആ ഒരു അഡിക്റ്റ് ആണോ ബുക്കിൽ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നുന്നു. കാരണം ഞാൻ എത്രയോ ബുക്സ് വാങ്ങിക്കാറുണ്ട്. ബുക്ക് ഇപ്പം വീട്ടിലും കോളേജിലൊക്കെ ഇങ്ങനെ ഹോസ്റ്റലിലൊക്കെ ഇങ്ങനെ ലൈബ്രറി പോലെ കിടക്കുന്നുണ്ട് ബുക്ക്. അപ്പം എനിക്ക് അതൊരു ഇതാണിപ്പം, അതൊരു പാഷനായി മാറുന്നുണ്ട് ബുക്സ് വാങ്ങിക്കുന്ന പറഞ്ഞാൽ. ഐ ലവ് റീഡിങ് ബുക്സ്. എൻ്റെ ശരിക്കും അതിനുള്ള ഇഷ്ടം എനിക്കിങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ തീരൂല പറഞ്ഞാൽ. അപ്പം അതാണ് എനിക്ക് കുറേ സെൽഫായിട്ട് എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് ഈവൻ ദോ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. എന്നാലും എനിക്കിങ്ങനെ ചില സമയത്ത് എനിക്ക് കൂടുതൽ എൻ്റെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്ത സാധനം ബുക്ക് വായിക്കുക എന്നുള്ളത്. കാരണം ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ്, നോ വൺ വിൽ കം ആൻഡ് ഡിസ്റ്റർബ് അസ്, അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. അപ്പം അതാണ് ഈ കാലത്ത് ബുക്ക് വായിക്കുന്നത് കുറയുന്നുണ്ടോ എന്ന് എനിക്ക് പേടിയുണ്ട്. ആളുകൾ കുട്ടികളൊക്കെ കൂടുതൽ സിനിമ കാണുക, സീരീസ് കാണുക. സിനിമയൊക്കെ പണ്ടേ ഉണ്ട്, പക്ഷേ
അല്ലെങ്കിൽ നമ്മൾ സ്ക്രീൻ ടൈമൊക്കെ കൂടി വരുന്ന ഒരു സമയത്ത് നമ്മൾ ബുക്സ് വായിക്കുക എന്നുള്ളത് ശരിക്കും നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടുക, അത് വായിക്കാനുള്ളൊരു ചാൻസ് കിട്ടുക, അത് വായിക്കാനുള്ളൊരു ലവ് ഉണ്ടാവുക, ബുക്സിനോടുള്ള ലവ് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ ശരിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പം വളർന്നു വരുന്ന കുട്ടികളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അതായത് മക്കളുള്ള ആളുകളാണെങ്കിൽ, നിങ്ങൾ കൂടുതലും കുട്ടികളെ ബുക്ക് വായിക്കാനൊക്കെ പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളതാണ്. അവരെ കമ്പൽ ചെയ്യാൻ ഞാൻ പറയുന്നില്ല, പക്ഷേ ബുക്ക് വായിക്കാനും ബുക്കിൽ ഇൻട്രസ്റ്റ് വരുത്താൻ അവരുടെ കയ്യിൽ ബുക്ക് കൊടുത്ത് ശീലിക്കുക. ബിക്കോസ് ചെറുപ്പത്തിൽ നമ്മൾ വായിച്ചു തുടങ്ങിയ ശരിക്കും നമ്മുടെ ലാംഗ്വേജും അതൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആവും. നമ്മുടെ കുട്ടികൾ തിങ്ക് ചെയ്യാൻ തുടങ്ങും കൂടുതൽ. നമ്മൾ സിനിമ കാണുന്നതുകൊണ്ട് നമ്മൾ മുന്നിലേക്ക് എടുത്ത് വെക്കുകയല്ലല്ലോ വിഷ്വലൈസേഷൻസ് ഒക്കെ, നമ്മൾ ആലോചിക്കണം മനസ്സിൽ. സോ നമുക്ക് കുട്ടികൾക്ക് തിങ്കിങ്ങിനും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തിങ്ക് ചെയ്യാനും കൂടുതലൊരു പാത്വേ എന്ന് പറയാം ബുക്ക് വായിക്കുന്നത്. സോ നിങ്ങൾ കാണുന്ന ആളുകൾക്ക് ആർക്കും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യിപ്പിക്കാമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ്. സോ ദാറ്റ്സ് ഇറ്റ്, ഹൗ ഐ സ്റ്റാർട്ടഡ് റീഡിങ് ബുക്സ് എന്നുള്ള ഒരു വീഡിയോ ആണിത്. പിന്നെ ബുക്സിനെ പറ്റിയുള്ള കുറേ കൂടുതൽ ഇതിൽ ബുക്കിനെ പറ്റിയുള്ള എൻ്റെ ഇഷ്ടം മാത്രമാണ് ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങളൊക്കെ നന്നായിട്ട് ബുക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു ജേർണി സക്സസ്ഫുൾ ആവട്ടെ നിങ്ങൾക്കെന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഈ വീഡിയോയുടെ എൻഡ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും ബുക്കിനെ പറ്റി മാത്രമല്ല എൻ്റെ ചാനൽ നിങ്ങൾക്ക് എടുത്താൽ മനസ്സിലാവും, കുറേ സാധനങ്ങളുണ്ട് എൻ്റെ ചാനലിൽ. MBBSനെ പറ്റിയുണ്ട്, നീറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നതിനെ പറ്റിയുണ്ട്, ജനറലി നമുക്ക് പഠിക്കാനുള്ള ടിപ്സ് ഉണ്ട്, പിന്നെ റമദാനെ പറ്റിയുണ്ട്, കുറേ കാര്യങ്ങൾ, പിന്നെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ വന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഹെൽത്തിനെ ബെനിഫിറ്റ് ചെയ്യുന്നത്, എന്തൊക്കെ നമ്മൾ ചെയ്യണ്ട എന്നുള്ള കാര്യങ്ങൾ. പിന്നെ പാട്ട് പാടാറുണ്ട് ഞാൻ, അപ്പോൾ പാട്ട് പാടിയിടുന്നുണ്ട്. പിന്നെ ഓരോ ഫണ്ടുകൾ, എൻ്റെ കോളേജ് ലൈഫ്, പിന്നെ നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്സ്, എവറിത്തിങ്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ഇൻ മൈ ചാനൽ. സോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം. ബൈ ഗായ്സ്.